ഒരു തൊപ്പി കച്ചവടക്കാരൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങി. ഉണർന്നു നോക്കുമ്പോഴോ കുരങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ തൊപ്പി എടുത്തിട്ട് മരത്തിൽ കയറിയിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി എടുത്തിട്ട് കുരങ്ങൾ എറിഞ്ഞു. കുരങ്ങൾ അനുകരണ സ്വഭാവമുള്ളവരാണല്ലോ. അവരുടെ തലയിൽ തൊപ്പി എടുത്ത് ഇദ്ദേഹത്തെ എറിഞ്ഞു. അദ്ദേഹം ആ തൊപ്പികളൊക്കെ കൂടെ വാരിക്കൂട്ടി കൊട്ടയിലാക്കി തിരിച്ചുപോയി. ഈ കഥ നിങ്ങൾ കേട്ടതാണോ? ഇനി എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്, ഈ അടുത്തിറങ്ങിയതാണ്. ഈ തൊപ്പി കച്ചവടക്കാരൻ്റെ പേരക്കുട്ടി ഇതേപോലെ തൊപ്പി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ മുമ്പ് തൊപ്പിയെടുത്ത ആ കുരങ്ങളുടെ പേരക്കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ കൊട്ടയിൽ നിന്ന് തൊപ്പികളൊക്കെ എടുത്തിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വല്യച്ഛൻ പറഞ്ഞു കൊടുത്ത കഥ ഓർമ്മയായി. അദ്ദേഹം തൻ്റെ തലയിലുള്ള തൊപ്പി എടുത്തിട്ട് ഈ കുരങ്ങൾ എറിഞ്ഞു. അപ്പോൾ എല്ലാ കുരങ്ങളും കൂടിയിട്ട് അവരുടെ തലയിലുള്ള തൊപ്പി എടുത്ത് ഇയാൾ എറിയും എന്നാവും നിങ്ങൾ കരുതിയത് അല്ലേ? തൊപ്പി കച്ചവടക്കാരനും അങ്ങനെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കൂട്ടത്തിൽ ഒരാൾക്ക് തൊപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ തൊപ്പി, ഇയാൾ എറിഞ്ഞ തൊപ്പി തലയിലിട്ടിട്ട് എല്ലാ കുരങ്ങുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കുമുണ്ട് മുത്തച്ഛൻ. അഥവാ മുത്തച്ഛൻ അവർക്കും ഈ കഥ പറഞ്ഞു കൊടുത്തിരുന്നു. കുരങ്ങൾ അപ്ഡേറ്റഡ് ആയി. നിങ്ങൾ ഫീൽഡിൽ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ തകർന്നു പോകുമെന്നുള്ള വലിയ ഗുണപാഠമാണ് ഈ സ്റ്റോറിയിലുള്ളത്. സമാനമായിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. താങ്ക് യു.